करवावहे तेजस्विनावधीतमस्तु मा विद्विषावहे। ओम शांति शांति शांति। ओम सदाशिवसमारम्भां शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शांति शांति शांति। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണ. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് ശാന്തിപാഠത്തോടുകൂടി നമ്മൾ ആരംഭിച്ചു. മക്കനെ മധുകാണ്ഡം പ്രഥമ കാണ്ഡത്തിലേക്ക് പ്രവേശിക്കാം. ഓം നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യഃ. അധ പ്രഥമോധ്യായഃ. എല്ലാവരുടെ അടുത്തും ബുക്കുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. നമ്മൾ 3 കാണ്ഡമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 1ഉം 2ഉം അധ്യായങ്ങൾ ചേരുന്ന കാണ്ഡത്തിനെ വിളിക്കുന്ന പേരാണ് മധുകാണ്ഡം. ഇനി മധുകാണ്ഡം എന്നാണ് ഹെഡിങ്. അതിനുശേഷം അധ പ്രഥമോധ്യായഃ. പ്രഥമോധ്യായം എന്ന് വെച്ചാൽ ഫസ്റ്റ് ചാപ്റ്റർ. അധ്യായം എന്ന് വെച്ചാൽ അറിയാം, പ്രഥം എന്ന് വെച്ചാൽ അറിയാം. പ്രഥമോധ്യായഃ. ഇനി അതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇല്ലാത്തവർക്ക് വേണ്ടി പറയുന്നു. അതിൽ 3 ബ്രാഹ്മണമായിട്ടാണ്. ഇനി പ്രഥമ അധ്യായത്തിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. 3 ബ്രാഹ്മണങ്ങൾ. ബ്രാഹ്മണം എന്ന് വെച്ചാൽ സെക്ഷൻ. 1ാമത്തെ അധ്യായത്തിനെ 3 സെക്ഷനായിട്ട് അല്ലെങ്കിൽ ബ്രാഞ്ച് എന്ന് വേണം. മെയിൻ ബ്രാഞ്ച് പ്രഥമ അധ്യായം, അതിൽ സബ് ബ്രാഞ്ചുകൾ 3 എണ്ണം. അതിന് ബ്രാഹ്മണം എന്നാണ് വേദത്തിൽ പറയുക. സെക്ഷന് 3 ബ്രാഹ്മണങ്ങൾ നമ്മൾ പഠിക്കും. ഇനി ഈ 1 മുതൽ 3 ബ്രാഹ്മണങ്ങൾ അല്ലെങ്കിൽ 3 സെക്ഷന് അതിൻ്റെ സമ്മറി എന്തെന്ന് വെച്ചാൽ ഉപാസന പ്രധാനം. ഉപാസനയാണ് ആദ്യം തന്നെ പരമഗുരുവായ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തരുന്നത്. എന്തിനു വേണ്ടി നമുക്കെല്ലാവർക്കും അറിയാം. ഉപനിഷത്ത് തുടങ്ങുമ്പോൾ ഉപാസന പറയുന്നതിൻ്റെ പ്രാധാന്യം ബ്രഹ്മവിദ്യയിലേക്ക് നമ്മളെ പ്രാപ്തരാക്കുകയാണ്. അധികാര പ്രാപ്ത്യർത്ഥം, അധികാരികളാക്കുവാൻ വേണ്ടി യാജ്ഞവൽക്യ മഹർഷി ഇവിടെ ഉപാസന പറയുന്നത്. മഹാഗുരുവിൻ്റെ മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള ഭാവനയോടുകൂടി വേണം നമ്മൾ എവിടെയാണെങ്കിലും, നിങ്ങൾ ഏത് ദേശത്താണെങ്കിലും ഏത് കാലത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ഏത് സമയത്തിലാണെങ്കിലും നാം എല്ലാം യാജ്ഞവൽക്യ മഹർഷിയുടെ ശിഷ്യരാണ്. അദ്ദേഹമാണ് നമുക്ക് ഓരോന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് ആദ്യ ഉപാസന പറയുന്നു? നമ്മളെ നന്നായിട്ട് നമ്മളെക്കാളും അറിയാവുന്നത് മഹാഗുരുക്കന്മാർക്കാണ്. അവർക്കറിയാം
മൈത്രേയുടെ അത്രയോ അല്ലെങ്കിൽ ജനക മഹാരാജാവിൻ്റെ അത്രയോ ഒന്നും അല്ല, ഇനി ഇതിൽ പ്രതിപാദിക്കാൻ പോകുന്ന ശിഷ്യരുടെ അത്രയൊന്നും അധികാരം നമ്മൾക്കില്ല. അതുകൊണ്ട് ആ ശിഷ്യരുടെ കഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് അവരുടെ പോലെ തന്നെ അധികാരികളാക്കി മാറ്റുവാൻ വേണ്ടിയാണ് യാജ്ഞവൽക്യ മഹർഷി ആദ്യം തന്നെ ഉപാസന പറയുന്നത്. അപ്പം ആ ഗുരുവിൻ്റെ മഹത്വം നോക്ക്. അപ്പം ആ കൃതജ്ഞതയോടുകൂടി, ആ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി വേണം നമ്മൾ ഉപാസനയെ അല്ലെങ്കിൽ പ്രഥമ അധ്യായത്തിനെ സ്വീകരിക്കേണ്ടത്, സമീപിക്കേണ്ടത്. അല്ലാണ്ട് എനിക്ക് എന്തിനാ ഇനി ഇത്രയും ഉപനിഷത്ത് ഞാൻ പഠിച്ച് ഇനി ബൃഹദാരണ്യം എത്തിയിട്ടും അതിലെന്തിനാ ഉപാസന എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. നമ്മൾക്ക് വേണ്ടി നമ്മുടെ തലത്തിലേക്ക് യാജ്ഞവൽക്യ മഹർഷി ഇറങ്ങി വരികയാണ് ഉപാസന പറഞ്ഞുകൊണ്ട്. എങ്കിലേ അഹം ബ്രഹ്മാസ്മി മുതലായ മഹാവാക്യ വിചാരം വരാനിരിക്കുകയാണ് ഇനി. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ വിശാല മനസ്സതോടുകൂടി അല്ലെ ശ്രദ്ധയോടുകൂടി നമ്മൾക്ക് കേൾക്കുവാനും എന്താണോ ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ശിഷ്യന്മാർക്ക് മനസ്സിലായത് അതേപോലെ മനസ്സിലാക്കുവാനുള്ള ആ ഒരു കഴിവ് നേടിയെടുക്കാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് ആദ്യ ഉപാസന പറയുന്നത്. 1 മുതൽ 3 വരെയുള്ള ബ്രാഹ്മണം ഉപാസന പ്രധാനം. എന്തിനാണ് ഉപാസന? അധികാര പ്രാപ്ത്യർത്ഥം, അധികാരം നേടിയെടുക്കുവാൻ വേണ്ടി. അതാണ് പ്രാപ്ത്യർത്ഥം, പ്രാപിക്കുവാൻ വേണ്ടി, നേടിയെടുക്കുവാൻ വേണ്ടി ഉപാസന പറയുന്നു. ഇനിയും നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാം. എല്ലാവരുടെ കയ്യിലും ബുക്കുണ്ടെന്ന് വിചാരിക്കുന്നു. അധ പ്രഥമോധ്യായ, 1-ാമത്തെ അധ്യായം പ്രഥമ ബ്രാഹ്മണം. ഇനി അതിൻ്റെ പേര് എഴുതിക്കോളൂ. നിങ്ങളുടെ ബുക്കിൽ ആദ്യം എഴുതുക മധുകാണ്ഡം എന്ന് ഏറ്റവും മേളിൽ എഴുതുക. 1-2 അധ്യായങ്ങൾ മധുകാണ്ഡം. അതിനുശേഷം തൊട്ട് താഴെ പ്രഥമോധ്യായ എന്ന് എഴുതുക. അതൊന്നും ഇല്ല പുസ്തകം തുടങ്ങുമ്പോൾ 1-ാം അധ്യായം എന്നുണ്ട്. സംസ്കൃതത്തിൽ എഴുതാൻ പറ്റുന്നവർ പ്രഥമോധ്യായ എന്ന് എഴുതുക. അതിനുശേഷം തൊട്ട് താഴെ എഴുതുക ബ്രാഹ്മണം 1 പ്രഥമ ബ്രാഹ്മണം. അതിൻ്റെ കൂടെ എഴുതുക പ്രഥമ ബ്രാഹ്മണത്തിൻ്റെ പേരെഴുതിക്കോളൂ, അശ്വബ്രാഹ്മണം. അശ്വബ്രാഹ്മണം. അശ്വം എന്ന് വെച്ചാൽ കുതിര അല്ല, അശ്വമേധ. ഇനി അശ്വമേധ യാഗമാണ്. അതിൽ ഈ പ്രഥമ ബ്രാഹ്മണത്തിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സെക്ഷനിൽ അശ്വത്തിനെ ആലംബനമാക്കി വെച്ചുള്ള ഉപാസനയാണ് ഗുരുനാഥൻ പറയുന്നത്. അതുകൊണ്ട് ഈ സെക്ഷനെ വിളിക്കുന്ന പേരാണ് അശ്വബ്രാഹ്മണം. ബ്രാഹ്മണം എന്ന് വെച്ചാൽ സെക്ഷൻ, അശ്വം എന്ന് വെച്ചാൽ കുതിര. അപ്പോൾ കുതിരയാണ് ഈ സെക്ഷനിൽ പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ എക്സാമ്പിളായിട്ട് ദൃഷ്ടാന്തമായിട്ട് പറയുന്നത്. അതുകൊണ്ട് എന്താണ് എളുപ്പത്തിന് വേണ്ടി ഓർക്കുവാൻ വേണ്ടി എന്താണ് ഈ ബ്രാഹ്മണം എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നതെന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ ടോപ്പിക് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ സെക്ഷന് പേര് നൽകി അശ്വബ്രാഹ്മണം. അപ്പോൾ എഴുതുക മധുകാണ്ഡം പ്രഥമോധ്യായ പ്രഥമ ബ്രാഹ്മണ അശ്വബ്രാഹ്മണ. സംസ്കൃതത്തിൽ എഴുതുമ്പോൾ അശ്വബ്രാഹ്മണ വിസർഗം എഴുതണം. മലയാളത്തിലാണെങ്കിൽ അശ്വബ്രാഹ്മണം എന്നെഴുതുക. ഓക്കെ, ഇനി നമുക്ക് മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവരുടെ കയ്യിലും ഉണ്ടെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഓരോ വാക്കുകളായിട്ട് പറയാം. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് ട്യൂണൊന്നുമില്ല, കാരണം വലിയ വലിയ മന്ത്രങ്ങളായതുകൊണ്ട്. മന്ത്രം വലുതാണെന്നേ ഉള്ളൂ, പക്ഷെ കാര്യം നിസ്സാരമാണ്, എളുപ്പമാണ് പറയുന്ന ഉപാസനകൾ. നമുക്ക് നോക്കാം. ഓം ഊഷാവ അശ്വസ്യ മേധസ്യ ശിരഃ സൂര്യാചക്ഷുർവാദഃ പ്രാണോ വ്യാത്തം അഗ്നിർ വൈശ്വാനരഃ സംവത്സര ആത്മാ അശ്വസ്യ മേധസ്യ. അവിടെ ഫുൾ സ്റ്റോപ്പാണ്. അവിടെ വരെ ഒന്നുകൂടെ പറയാം, ഫുൾ സ്റ്റോപ്പ് വരെ. ഓം, എൻ്റെ കൂടെ എല്ലാവരും പദം ഛേദിക്കണം കേട്ടോ. ഇത് മന്ത്രം വായിക്കുന്നത് പോലും പുണ്യമാണ്, അതുകൊണ്ട് കൂടെ ചൊല്ലുക. ഓം ഊഷാവാ അശ്വസ്യ മേധസ്യ ശിരഃ സൂര്യാചക്ഷുർവാദഃ പ്രാണോ വ്യാത്തം അഗ്നിർ വൈശ്വാനരഃ സംവത്സര ആത്മാ അശ്വസ്യ. ഒരുമിച്ച് എഴുതുമ്പോൾ ആ അവിടെ സൈലൻ്റ് ആയിട്ട് മാറി ദീർഘം വന്നു. 2 വാക്കാണ് ആത്മാ അശ്വസ്യ മേധസ്യ. അത് കഴിഞ്ഞ് ദ്യൗഹു പൃഷ്ടം അന്തരീക്ഷം ഉദരം പൃഥിവീ പാജസ്യം
ദിശ പാർശ്വേ. മൃണാൾ സ്വാമിജി ഒരു വലിയ കാര്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ പോസ് ചെയ്യേണ്ടടുത്തൊക്കെ ഇവിടെ അദ്ദേഹം കോമ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എളുപ്പമാണത്. പഴയ ബുക്കിലുണ്ടോയെന്ന് അറിയില്ല, പുതിയ എഡീഷനിലുണ്ട്. ദ്യൗഹു പൃഷ്ഠം അന്തരീക്ഷം ഉദരം പൃഥിവീ പാജസ്യം ദിശഃ പാർശ്വേ അവാന്തര ദിശഃ പർശവ ഹൃദവോംഗാനി ഹൃദവഃ അംഗാനി. അങ്ങനെയാണ്. എഫ് എന്നുള്ള ചിഹ്നം ആയാണ്. ഹൃദവോംഗാനി മാസാ ച അർദ്ധമാസാച്ച. മാസാ ച അർദ്ധമാസാച്ച. ഒരുമിച്ച് പറയുമ്പോൾ മാസാച്ഛാർദ്ധമാസാച്ച. പർവാണ്യഹോരാത്രാണി. പർവാണ്യഹോരാത്രാണി പ്രതിഷ്ഠ. എന്തെങ്കിലും സംശയമുണ്ട് താഴെ നോക്കിയാൽ നിങ്ങൾക്ക് പദച്ഛേദം കാണാം. പ്രതിഷ്ഠ നക്ഷത്രാണ്യാസ്തീനി. 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 നഭോ മാസാനി. നഭോ മാസാനി. അവിടെ അടുത്ത ഫുൾ സ്റ്റോപ്പ്. ഒന്നുകൂടെ പറയാം അവിടെ വരെ. ദ്യൗഹു പൃഷ്ഠമന്തരീക്ഷമുദരം പൃഥിവീ പാജസ്യം ദിശഃ പാർശ്വേ അവാന്തര ദിശഃ പർശവ ഹൃദവോംഗാനി മാസാച്ച അർദ്ധമാസാച്ച പർവാണ്യഹോരാത്രാണി പ്രതിഷ്ഠ നക്ഷത്രാണ്യാസ്തീനി നഭോ മാസാനി. ഊവധ്യം സികതാഹ സിന്ധവോ ഗുധ യകൃച്ഛ ക്ലോമാനച്ച പർവത ഔഷധയച്ച വനസ്പതയച്ച ലോമാനി. പെട്ടെന്ന് കത്തണം ഇതൊക്കെ എവിടെയാ പഠിച്ചത്. ഔഷധയച്ച വനസ്പതയച്ച ലോമാനി. അവിടെ ഫുൾ സ്റ്റോപ്പാണ്. ഒന്നുകൂടെ പറയാം അവിടെ വരെ. ഊവധ്യം സികതാഹ സിന്ധവോ ഗുധ യകൃച്ഛ ക്ലോമാനച്ച പർവത ഔഷധയച്ച വനസ്പതയച്ച ലോമാനി. ഉദ്ധ്യൻ പൂർവാർദ്ധോ നിമ്ലോചൻ ജഘനാർദ്ധോ യത് വിജൃംഭതേ തത് വിദ്യോതതേ യത് വിധൂനതേ തത് സ്നനയതി എൻ മോഹതി. യത് അദ്ദേഹം മോഹതി എന്നാണ്. ഒരുമിച്ച് പറയുമ്പോൾ എൻ മോഹതി. തദ് വർഷതി. വാഗോ വാസ്യ വാക്ക്. ഒന്നുകൂടെ പറയാം. ഉവധ്യം സികതാഹ സിന്ധവോ ഗുധ യകൃച്ഛ ക്ലോമാനച്ച പർവത ഔഷധയച്ച വനസ്പതയച്ച ലോമാനി. ഉദ്ധ്യൻ പൂർവാർദ്ധോ നിമ്ലോചൻ ജഘനാർദ്ധോ യത് വിജൃംഭതേ തത് വിദ്യോതതേ യത് വിധൂനതേ തത് സ്നനയതി യൻ മോഹതി തത് വർഷതി വാഗോ വാസ്യ വാക്ക്. ഇങ്ങനെയാണ് പദച്ഛേദ. സ്വാമിജി പദം ഛേദിച്ച് തന്നെ മാക്സിമം എഴുതിയിട്ടുണ്ട്. 1-2 വാക്കുകൾ മാത്രമേ കൂട്ടക്ഷരത്തിലുള്ളൂ. സന്ധി ഛേദിക്കാതെ എഴുതിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് എളുപ്പമാണ് വായിക്കാൻ. അടുത്ത രണ്ടാമത്തെ മന്ത്രവും ഇതിൻ്റെ തുടർച്ച തന്നെയാണ്. 1ഉം 2ഉം മന്ത്രം. പക്ഷെ അത്രയും പ്രയാസത്തിലേക്ക് പോകണ്ട. നമുക്ക് ഒന്നാമത്തെ മന്ത്രം ഒരുമിച്ച് എല്ലാവരും കൂടെ പാരായണം ചെയ്യാം. നിങ്ങൾ മാനസികമായിട്ട് ചൊല്ലണം. അധ പ്രഥമോധ്യായഃ പ്രഥമ ബ്രാഹ്മണഃ അശ്വബ്രാഹ്മണഃ. ഓം ഊഷാവ അശ്വസ്യ മേധസ്യ ശിരഃ സൂര്യാചക്ഷുർവാതഃ പ്രാണോ വ്യാത്തമഗ്നിർവൈശ്വാനരഃ സംവത്സരസ്യ ആത്മാ അശ്വസ്യ മേധസ്യ ദ്യൗഹു പൃഷ്ഠമന്തരീക്ഷമുദരം പൃഥിവീ പാജസ്യം ദിശഃ പാർശ്വേ അവാന്തര ദിശഃ പർശവ ഋതവോംഗാനി മാസാച്ച അർദ്ധമാസാച്ച പർവാണ്യഹോരാത്രാണി പ്രതിഷ്ഠ നക്ഷത്രാണ്യാസ്തീനി നഭോ മാസാനി
മാംസാനി ഊവധ്യം സികതാഹ സിന്ധവോ ഗുദാ യകൃച്ഛ ക്ലോമാനച്ച പർവത ഔഷധയച്ച വനസ്പതയച്ച ലോമാനി ഉദ്ധ്യൻ പൂർവാർദ്ധോ നിമ്ളോ ജഘനാർദ്ധോ യത് വിജൃംഭതേ തദ് വിദ്യോതതേ യത് വിധൂനധേ തത് സ്നനയതി യന്മോഹതി തത് വർഷതി വാഗോ വാസ്യ വാക്ക്. ഇതാണ് അശ്വബ്രാഹ്മണത്തിലെ പ്രഥമ മന്ത്രം. ഇത് എളുപ്പമാണ്. ഈ വാക്കുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സുപരിചിതമല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എങ്കിലും നമ്മൾ പലയിടത്തും കണ്ടുമുട്ടിയ വാക്കുകളൊക്കെ ഉണ്ട് ഇതിൽ. അതാണ് ഓർമ്മയുള്ളവർ ഓർക്കുക എവിടെയൊക്കെയാണ്. നമ്മൾ മുണ്ടകോപനിഷത്തിലെ വാക്കുകളൊക്കെ ഉണ്ട്. പിന്നെ തദ് വിജൃംഭതേസ്തൻ സകലം വിജൃംഭതേ, വിവേക ചൂടാമണി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പല വാക്കുകളും പരിചയമാണ്. ഇല്ലെങ്കിലും വിഷമിക്കൊന്നും വേണ്ട, എളുപ്പമാണ് വാക്കുകൾ. ഇതിനെയും ഓരോ വാക്കിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. നമുക്ക് ഇവിടെ പറഞ്ഞല്ലോ അശ്വബ്രാഹ്മണം എന്നതാണ് ഈ ബ്രാഹ്മണത്തിൻ്റെ തുടക്കം. എന്തുകൊണ്ട് ഈ പേര് വന്നു? അശ്വം എന്ന് വെച്ചാൽ കുതിര. കുതിരയെ ആലംബനമാക്കി യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് ഉപാസന പറയുകയാണ്. അപ്പം നമ്മളുടെ മനസ്സിൽ ആ ഭാവന ഉണ്ടായിരിക്കണം. നമ്മളെല്ലാവരും ഗംഗാജിയുടെ തീരത്ത് യാജ്ഞവൽക്യ മഹർഷിയുടെ ആശ്രമത്തിലാണ്. യാജ്ഞവൽക്യ മഹർഷിയുടെ ആശ്രമം ഗംഗാജിയുടെ തീരത്തായിരുന്നെന്നാണ് പറയുന്നത്. അപ്പം അവിടെ നമ്മൾ അദ്ദേഹത്തിനോടൊപ്പം ഇരിക്കുകയാണ്. അദ്ദേഹം മുന്നിലിരുന്നുകൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ്, എന്താണ്, ഞാനിവിടെ ഒരു അശ്വത്തിനെ, ഒരു കുതിരയെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അല്ലെ, പാഠം നടക്കുകയാണ്. അവിടെ നമുക്കെല്ലാവർക്കും കാണാൻ ഉതകുന്ന രീതിയിൽ അദ്ദേഹം കുതിരയെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ കുതിരയുടെ ഓരോ അംഗങ്ങളും, അംഗം എന്ന് വെച്ചാൽ അവയവങ്ങൾ, ഓരോ ഇന്ദ്രിയങ്ങൾ, ഓരോ അവയവങ്ങൾ അദ്ദേഹം ഓരോന്നിനോടും ഉപമിക്കുകയാണ്. നമ്മൾ പല സന്ദർഭങ്ങളിലും ഇതുപോലെയുള്ള ഉപാസനകൾ ചെയ്തിട്ടുണ്ട്. തൈത്തരീയ ഉപനിഷത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. ഭൂർഭുവസ്സുവ ഇത്യാദി ഉപാസനകൾ നമ്മൾ കണ്ടില്ലേ. ഭൂലോകം കാണുമ്പോൾ ഓരോന്ന് ഓർമ്മ വരണം, ഇതിനെ ഉപാസിക്കണം, അങ്ങനെയുള്ള. അതുപോലെ തന്നെ ഇവിടെ കുതിരയെ കാണുമ്പോൾ, കുതിരയുടെ ഓരോ അംഗങ്ങൾ കാണുമ്പോൾ അദ്ദേഹം ഓരോന്നിനെ ഭാവന ചെയ്യാൻ വേണ്ടി നമ്മളോട് പറയുകയാണ്. എന്തിനാണ് ഈ ഉപാസന? ആദ്യം തന്നെ നമ്മൾ കണ്ടിരുന്നു, ഏത് ഉപാസനയാണെങ്കിലും ഉപനിഷത്തിൽ പറയുന്നത് നമ്മളെ അധികാരിയാക്കാൻ വേണ്ടിയാണ്. ഈ ഉപാസന എന്തിനു വേണ്ടി? രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുക. ഒന്ന് സകാമമായിട്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഗുരുനാഥൻ യാജ്ഞവൽക്യ മഹർഷി എനിക്ക് ഉപാസന പറയുകയാണ്, പക്ഷെ എനിക്ക് സകാമമായിട്ടുള്ള ഫലമാണ് വേണ്ടത്. അത് ആഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്ന അതേ സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്താണ് ഫലം? അശ്വമേധ യാഗം ചെയ്യുന്നതിൻ്റെ ഫലം കിട്ടും. അശ്വമേധ യാഗം എല്ലാവരും കേട്ടിട്ടുണ്ട്. രാമായണത്തിലുണ്ട്, മൂലരാമായണത്തിലും മറ്റുള്ള രാമായണങ്ങളിലൊക്കെ കാണാം അശ്വമേധയാഗം. മഹാഭാരതത്തിലും ഉണ്ട്. അവസാനം യുധിഷ്ഠിരൻ അശ്വമേധം ചെയ്യുന്നത്, അല്ല, പാണ്ഡവന്മാർ അശ്വമേധം ചെയ്യുന്നത്, അവിടെ രാമചന്ദ്രമൂർത്തി അശ്വമേധയാഗം ചെയ്യുന്ന കഥയൊക്കെ ഉത്തരരാമായണത്തിലുണ്ട്. അപ്പോൾ അശ്വമേധയാഗം എന്നത് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അശ്വമേധയാഗം ചെയ്യുന്നത് ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അശ്വമേധയാഗം ചെയ്യുവാൻ അധികാരി ക്ഷത്രിയനായിരിക്കണം, പിന്നെ ചക്രവർത്തി ആയിരിക്കണം, ഇത്യാദി ഇത്യാദി അധികാരങ്ങൾ വേണം. പക്ഷേ ഇവിടെ നമ്മൾ ആരും ഇതൊന്നുമല്ല. പക്ഷെ എന്നിട്ട് എന്തുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ഒരു കുതിരയെ ആലംബനമാക്കി വെക്കാൻ പറയും? യാഗം ചെയ്യുവാൻ ക്ഷത്രിയനായിരിക്കണം. പക്ഷെ ഇവിടെ യാഗമല്ല നമ്മളോട് പറയുന്നത്. ഒരു കുതിരയെ നമ്മുടെ മുന്നിൽ കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ ഓരോ അവയവങ്ങളെ ധ്യാനിക്കാനാണ് പറയുന്നത്. അതിനെ എന്തുമായിട്ട് ധ്യാനിക്കാമെന്ന് നമുക്കിനി മന്ത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നോക്കാം. അതിനു മുമ്പ് ഒരു ആമുഖമായിട്ട് പറയുകയാണ്. യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്, ഒരു കുതിരയെ കണ്ടിട്ട് അതിൻ്റെ ഓരോ അവയവങ്ങളെയും ധ്യാനിക്കുക. കണ്ണിനെ കാണുമ്പോൾ ഇന്നതായിട്ട്, കുതിരയുടെ കണ്ണ് കാണുമ്പോൾ നമ്മൾ ഇന്നതായിട്ട് അതിനെ ചിന്തിക്കുക വേണം. അതിൻ്റെ മുടി കാണുമ്പോൾ ഇന്നതായിട്ട് ചിന്തിക്കുക വേണം.
അതിൻ്റെ വായ കാണുമ്പോൾ ഇന്നതായിട്ട് ചിന്തിക്കുക, അതിൻ്റെ ശരീരം കാണുമ്പോൾ, അതിൻ്റെ കുളമ്പ് കാണുമ്പോൾ, അങ്ങനെ ഓരോ അവയവങ്ങളും കാണുമ്പോൾ ഓരോന്നായിട്ട് ധ്യാനിക്കാനാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ അശ്വമേധ യാഗ ധ്യാനം അല്ലെങ്കിൽ ഉപാസന എന്നതാണ് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തരുന്ന ഉപാസന. ഈ ഉപാസനയുടെ പേരാണ് അശ്വമേധ യാഗ ധ്യാനം അല്ലെങ്കിൽ അശ്വമേധ യാഗ ഉപാസന. അശ്വമേധത്തിന് അല്ലേ, അതിനെ ഉപാസിക്കൂ അല്ലെങ്കിൽ അതിനെ ധ്യാനിക്കൂ. ഇതിനെ സകാമമായി ചെയ്താലുള്ള ഫലം അത് വേണ്ടവരെഴുതിയോളൂ, സ്വർഗലോക പ്രാപ്തി. അശ്വമേധ യാഗം ചെയ്താൽ ഫലം സ്വർഗലോക പ്രാപ്തി. ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് നമ്മൾക്ക് അടുത്തൊരു ശരീരം കിട്ടുന്നത് സ്വർഗാദി ലോകങ്ങളിൽ ഉയർന്ന ശരീരപ്രാപ്തിയാണ്, സകാമമായിട്ട് ചെയ്ത അല്ലേ. യുധിഷ്ഠിരനൊക്കെ ചെയ്ത കഥ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, എല്ലാവർക്കും അറിയാം. അവസാനം അവരുടെ സ്വർഗാരോഹണമൊക്കെ അറിയാം. നമ്മളെ സംബന്ധിച്ച് ഈ അശ്വമേധ യാഗ ഉപാസന അല്ലെങ്കിൽ ധ്യാനം എന്നതിൻ്റെ നിഷ്കാമ ഫലം, അതായത് എനിക്ക് മറ്റൊന്നും വേണ്ട, ശാരീരികമായ അല്ലെങ്കിൽ ഭൗതികമായ ഒന്നും വേണ്ട, എനിക്ക് വേണ്ടത് എന്താണ്? നിഷ്കാമ ഫലമാണ്. നിഷ്കാമം എന്ന് വെച്ചാൽ എന്താണ്? കാമനയില്ലാത്ത ഫലം. അതെഴുതിക്കോളും. 3 ഫലങ്ങളാണ്. ഒന്ന് ചിത്തശുദ്ധി. അശ്വമേധ യാഗ ഉപാസന എന്തുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി നമ്മൾക്ക് തുടക്കത്തിലേ പറയുന്നു? അതിന് ഒന്നാമത്തെ കാരണം നമ്മളുടെ ആരുടെയും ചിത്രം അത്ര ശുദ്ധമൊന്നുമല്ല, അത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് നമ്മളുടെ ശുദ്ധമല്ലെന്ന് പറഞ്ഞാൽ മോശമായിട്ട് ആരും എടുക്കരുത്, എത്രയോ ശുദ്ധമായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. അതുകൊണ്ടല്ല ഇവിടെ പറയുന്നത് ചിത്തശുദ്ധി വീണ്ടും ആവശ്യമാണ് അല്ലേ. എത്രമാത്രം അല്ലേ, നമ്മൾ പറയാറുണ്ട് വൃത്തിയുള്ള പാത്രത്തിലെ ഭിക്ഷ കിട്ടുള്ളൂ. ആ വൃത്തിയാക്കാനായിട്ട് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തരുന്ന ഒരു ദൃഷ്ടാന്തത്തിലൂടെ പറഞ്ഞു തരുന്ന ഒരു ഉപാസനയാണെന്നേ ഉള്ളൂ. ചിത്തം വീണ്ടും വീണ്ടും ശുദ്ധമാകണം, അതിനു വേണ്ടി. ഇപ്പം ഒന്നാമത്തെ ഫലം ചിത്തശുദ്ധി. രണ്ടാമത്തെ ഫലം നമ്മൾ മുമ്പ് എഴുതിയതാണ്, എങ്കിലും ഒന്നുകൂടെ പറയുന്നു, ബ്രഹ്മവിദ്യാ അധികാര പ്രാപ്ത്യർത്ഥം. ബ്രഹ്മവിദ്യ പഠിക്കുവാൻ നമ്മളെ അധികാരികളാക്കുകയാണ്. അപ്പം ഒരു നിസാരമായ ഒരു കുതിരയെ കൊണ്ടുവച്ചിട്ട് നമ്മൾ അതിനെ കാണുമ്പോൾ ഇന്നത് ചിന്തിച്ചാൽ എളുപ്പമുള്ള ഉപാസനയാണ്. എന്നിട്ട് നമ്മളോട് അധികാരികളാക്കുകയാണ്. അപ്പം പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ്. ഇപ്പോഴ് നമ്മൾ പരീക്ഷ എഴുതി പാസ്സാകുന്ന പോലെയുള്ള അധികാരമല്ല. ഗുരുകുലങ്ങളിലെ അധികാരം എന്ന് പറയുന്നത് വ്യത്യാസമാണ്. അപ്പം ഇങ്ങനെയുള്ള ചെറിയ പരീക്ഷണങ്ങളിലൂടെ ദൃഷ്ടാന്തങ്ങളിലൂടെയാണ് നമ്മളെ അധികാരിയാക്കുക. അപ്പം അതാണ് രണ്ടാമത്തെ ഫലം, ബ്രഹ്മവിദ്യാ അധികാര പ്രാപ്ത്യർത്ഥം. ഇനി മൂന്നാമത്തെ ഫലം മനോവിശാലത. അതാണ് ഈ അശ്വബ്രാഹ്മണത്തിൻ്റെ കാതലെന്ന് പറയുന്നത്. നമ്മൾക്ക് ചിത്തശുദ്ധിയുണ്ട്, വൈരാഗ്യമുണ്ട്, അല്ലെങ്കിൽ ശമതമാതി സമ്പത്തികളൊക്കെ ഉണ്ട്. ബ്രഹ്മവിദ്യക്കൊക്കെ അധികാരിയാക്കി നമ്മൾ ഈ വഴിയിൽ ഇവിടെ വരെ എത്തി. പക്ഷേ ഈ ഉദാഹരണത്തിൻ്റെ കാതൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ ഫലമാണ്, മനോവിശാലത. മനോവിശാലത എന്ന് വെച്ചാൽ എക്സ്പാൻഷൻ ഓഫ് മൈൻഡ് എന്ന് പറയും അല്ലേ. ആ വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. മനോവിശാലത എന്ന് വെച്ചാൽ ഒരു കുതിരയിൽ അല്ലെ കുതിരയുടെ ഓരോ ഇന്ദ്രിയങ്ങളിലും ഭഗവാന്റെ സൃഷ്ടിയെ ദർശിച്ചാൽ അതിലൂടെ നമ്മുടെ മനസ്സിനെ യാജ്ഞവൽക്യ മഹർഷി എക്സ്പാൻഡ് ചെയ്യുകയാണ് അല്ലേ, വലുതാക്കുകയാണ് അദ്ദേഹം. ആദ്യം ഒരു കുതിരയെ കാണാൻ പറഞ്ഞു, പിന്നെ ബാക്കിയുള്ള ജന്തുവർഗങ്ങളെ ജീവചരാചരങ്ങളിലെല്ലാം നമ്മൾക്ക് അതേ ദൃഷ്ടാന്തം പിന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, നമ്മൾക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കും. ആദ്യം അറ്റ്ലീസ്റ്റ് ഒരു കുതിരയിലെങ്കിലും കാണും, അതിനുശേഷം എന്താ വ്യാഘ്രം, സിംഹം, മ്ലാവ്, മറ്റുള്ള എന്തൊക്കെയാണോ ജീവിവർഗങ്ങൾ അതിൽ, അല്ല നായ ആയിക്കോട്ടെ പൂച്ച ആയിക്കോട്ടെ അതിലൊക്കെ. പിന്നെ എന്താണ് നമ്മുടെ അങ്ങനെ മനസ്സിനെ വളർത്തുകയാണ് എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ. അതാണ് ഇവിടെ യാജ്ഞവൽക്യ മഹർഷിയുടെ ഈ ദൃഷ്ടാന്തം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? മനോവിശാലത.
എല്ലാറ്റിലും ഈശ്വരനെ കാണുവാനുള്ള ദൃഷ്ടി ശിഷ്യന്മാരിലേക്ക് പകർത്തു കൊടുക്കുക. എന്താണ്? ഒന്നുകൂടെ പറയാം. എല്ലാറ്റിലും ഈശ്വരനെ കാണുവാനുള്ള ദൃഷ്ടി ശിഷ്യന്മാരിലേക്ക് പകർത്തു കൊടുക്കാൻ വേണ്ടിയാണ് തുടക്കത്തിൽ തന്നെ അശ്വബ്രാഹ്മണം യാജ്ഞവൽക്യ മഹർഷി ഉപദേശിക്കുന്നത്. ഇതാണ് നിഷ്കാമമായ ഫലം. ഇനി ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. അത് അത്ര പോപ്പുലർ അല്ല, എങ്കിലും നമ്മൾ പോപ്പുലറായതൊന്നും പഠിക്കാറില്ലല്ലോ, അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടി എഴുതിക്കോളൂ വേണ്ടവർ. ഇതിന് മറ്റൊരു പേരാണ്. നമ്മൾ പറഞ്ഞു അശ്വമേധ യാഗ ഉപാസന എന്ന്. മറ്റൊരു പേര് വെഷ്ടി സമഷ്ടി ഉപാസന എന്നും പറയും. വെഷ്ടി സമഷ്ടി ഉപാസന, ഈ വാക്കൊക്കെ നമുക്കറിയാം. എന്തുകൊണ്ട് ഇവിടെ വെഷ്ടി സമഷ്ടി എന്ന് പറഞ്ഞു? വെഷ്ടി എന്ന് വെച്ചാൽ ഇൻഡിവിജ്വലായ ഒരു കുതിരയിൽ ആദ്യം ഈശ്വരനെ കാണൂ, പിന്നെ എന്താണ്, അതിൽ നിന്നും വളർന്ന് 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 മനസ്സ് വിശാലമായി സമഷ്ടി എന്ന് വെച്ചാൽ എന്താണ്? സർവവും, പ്രപഞ്ചം മുഴുവൻ, പ്രപഞ്ചത്തിലുള്ള സർവചരാചരം മുഴുവൻ ഈശ്വരനായി കാണും. അപ്പോൾ വെഷ്ടിയിൽ നിന്നും സമഷ്ടിയിലേക്കുള്ള വളർച്ചയാണ് ഈ ഉദാഹരണത്തിലൂടെ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് അശ്വബ്രാഹ്മണത്തിലെ ഈ ഉപാസനയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വെഷ്ടി സമഷ്ടി ഉപാസന. ഇത്രയൊക്കെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പം നമ്മൾ പറഞ്ഞു ഇതിൻ്റെ പേര് പഠിച്ചു, ഇതിൻ്റെ ഫലം പഠിച്ചു. ഇനി എങ്ങനെയാണ് ഉപാസിക്കേണ്ടത് നമുക്ക് അതിലേക്ക് പോകാം. മന്ത്രത്തിലേക്ക്. എല്ലാ ഉപനിഷത്തും തുടങ്ങുന്നത് പോലെ, അല്ലെ വേദം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഓംകാരത്തിലൂടെയാണ്. ഇവിടെ യാജ്ഞവൽക്യ മഹർഷിയും ആ സമ്പ്രദായം തന്നെ തുടരുന്നു. ഓം എന്നതുകൊണ്ട് തുടങ്ങി. ഞാനൊരു മംഗളകരമായ കാര്യം തുടങ്ങാൻ പോവുകയാണ്, അത് മംഗളമായിരിക്കണേ, അതിന് മംഗളമായി പര്യവസാനിക്കണേ എന്ന സങ്കല്പത്തോടുകൂടി യാജ്ഞവൽക്യ മഹർഷി തുടങ്ങുന്നു. നമുക്കും അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമ്മൾ ആ ഗുരുകുലത്തിലാണ് കേട്ടോ, നിങ്ങൾ 8 മണി വരെ അവിടെയാണ്. അദ്ദേഹം ഗുരുകുലത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു കുതിരയെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അപ്പം അത്രയും ഭാവനയിലുണ്ടായിരിക്കണം. എന്നിട്ട് പറയുന്നു, ഒരു കുതിര, നിങ്ങൾ കുതിരയെ കണ്ടിട്ടുണ്ടാവുക, എന്തായാലും അറിയാം, നിങ്ങൾ വീഡിയോയിലെങ്കിലും കണ്ടിട്ടുണ്ടാകും. അപ്പം അന്നത്തെ കാലത്ത് ഇതൊക്കെ സുപരിചിതമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കുതിരയെ പറ്റുന്നില്ലെങ്കിൽ സാരമില്ല, മറ്റേതെങ്കിലും ജീവിയെ സങ്കല്പിച്ചാലും മതി. ഇവിടെ കുതിരയ്ക്ക് പറയുന്ന അതേ ഉദാഹരണം നമുക്ക് മറ്റൊരു ജീവിയിലും ദൃഷ്ടാന്തമായി എടുക്കാവുന്നതാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നായ്ക്കുട്ടിയാണുള്ളെങ്കിൽ അതെടുക്കുക, അല്ലെ പശുവാണെങ്കിൽ പശുവിനെ എടുക്കുക. അതിലൊന്നും ഒരു എന്താ പറയുക, യാജ്ഞവൽക്യ മഹർഷി നിബന്ധനയൊന്നും പറയുന്നില്ല. ഇവിടെ എന്തുകൊണ്ടും അശ്വം അദ്ദേഹം ദൃഷ്ടാന്തത്തിന് വേണ്ടി, എളുപ്പത്തിന് വേണ്ടി, കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ഒരു പരീക്ഷണമാണിത്. അപ്പോൾ അതുകൊണ്ട് പരീക്ഷണാർത്ഥം അശ്വത്തിനെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഓംകാരത്തോടുകൂടി അദ്ദേഹം പറയുകയാണ്, ഓം ഊഷാവ. നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ഓരോ വാക്കിൻ്റെ അർത്ഥം നിങ്ങളുടെ ബുക്കിൽ തന്നെ മൃഡാനന്ദ സ്വാമിജി വേർഡ് ബൈ വേർഡ് മീനിങ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എളുപ്പമാണ്, എഴുതുമൊന്നും വേണ്ട, നോക്കിയിരുന്നാൽ മതി. ഇനി അതല്ല, ഉപനിഷത്ത് മന്ത്രം എഴുതുന്ന ശീലമുള്ളവർ ക്ലാസ്സിന് ശേഷം എപ്പോഴെങ്കിലും വേറെ ബുക്കിൽ പകർത്തി എഴുതിയാൽ നല്ലത്. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്, എനിക്കറിയാം, ഞാൻ കണ്ടിരുന്നു അനേക ആളുകളുടെ ബുക്ക്. നല്ലതാണ്, അത് വലിയൊരു സാധനയാണ്. പ്രത്യേകിച്ച് പ്രധാരണ എഴുതാൻ പറ്റുക എന്ന് പറയുന്നു. അവിടെ വരെ എത്തുമില്ലാരും. അപ്പം നമ്മളെ ഗുരു പരമ്പര ഇവിടെ വരെ എത്തിച്ചു. അതിനുള്ള ഒരു ദക്ഷിണയായിക്കൊണ്ട് നമ്മൾ ഓരോ ദിവസവും 2 മന്ത്രമേ മാക്സിമം പഠിക്കൂ. അപ്പോൾ അത്രയും എഴുതിയാൽ നല്ലത്. ഓം ഉഷാ വ അശ്വസ്യ മേധസ്യ ശിരഃ. അപ്പോൾ ഒരു കുതിരയുടെ ഓരോ ഭാഗം നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ അറിയാവുന്നൊരു ഏറ്റവും എളുപ്പത്തിൽ, നമ്മൾ കഠോപനിഷത്തിലും ചിത്രം വരച്ച ഓർമ്മയുണ്ടോ? ആ വലിയ ആലിൻ്റെ ഊർധമൂലമതശാഖം, ആ ചിത്രം വരച്ചത്, സംസാര വൃക്ഷത്തിൻ്റെ ചിത്രം വരച്ച ഓർമ്മയുണ്ടോ? പലരുടെയും ബുക്കിൽ ഞാൻ കണ്ടു അത്. സംസാര വൃക്ഷം, ഇങ്ങനെ വൃക്ഷം തലതിരിഞ്ഞ് എന്നിട്ട് അതിൻ്റെ ഓരോ ശാഖകൾ, ഇലകൾ എന്താണെന്നൊക്കെ അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ ഇവിടെയും ചെയ്യാം. നിങ്ങളൊരു ആനയെയോ
നായ്ക്കുട്ടീനെയോ അല്ലെങ്കിൽ കുതിരയാണെങ്കിൽ അതിന് ഇതിൻ്റെ ഒരു ചിത്രം വരച്ചിട്ട് അതിൽ ഓരോ അംഗങ്ങളും എന്തിനോടാണ് ഉപമിക്കുന്നതെന്ന് അടയാളപ്പെടുത്തിയ എളുപ്പമുണ്ട്. കാരണം ഈ വാക്കുകൾ പരിചയമില്ലാത്തത് കൊണ്ട് മന്ത്രം വായിക്കുന്നേക്കാൾ എളുപ്പമാണ് പിന്നീട് ഈ ചിത്രം നോക്കിയാൽ മതി. അതിൻ്റെ കണ്ണ് ഇന്നതിനോടാണ് ഉപമിക്കുന്നത്, കാല് ഇന്നതിനോടാണ് ഉപമിക്കുന്നത്, അങ്ങനെ വരയ്ക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്താൽ നല്ലത്. അശ്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ കുതിരയെ ജഗത്തായിട്ടാണ് യാജ്ഞവൽക്യ മഹർഷി ഉപമിക്കുന്നത്. അപ്പോൾ വലിയൊരു കുതിര വരയ്ക്കുക, ആ ചിത്രത്തിൽ കുതിരയെ എന്ന് അല്ലെങ്കിൽ പോയിൻ്റായിട്ട് എഴുതിയാലും മതി. ഒന്നാമത്തെ പോയിന്റ് അശ്വം. അശ്വത്തിനെ എന്തിനോടാണ് യാജ്ഞവൽക്യ മഹർഷി ഉപമിക്കുന്നത് ഈ ദൃഷ്ടാന്തത്തിൽ? എന്താണ് അശ്വം? റഫറൻ ജഗത്ത്. ജഗത്ത് അറിയാലോ, ജഗത്ത് അശ്വം എന്നതുകൊണ്ട്. അപ്പോൾ ഈ കുതിരയെ യാജ്ഞവൽക്യ മഹർഷി ജഗത്തിനോടാണ് ഉപമിക്കുന്നത്. വെഷ്ടിയായ കുതിരയെ കാണുമ്പോൾ ഈ കുതിരയ്ക്ക് എന്തൊക്കെ ഇന്ദ്രിയങ്ങളുണ്ടോ, എങ്ങനെയൊക്കെയാണോ ഇവ പ്രവർത്തിക്കുന്നത്, അത് ഈ പ്രപഞ്ചം മുഴുവൻ പരമാത്മാവ് വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ്. പ്രാണനുള്ളത് കൊണ്ടാണ്, ജലമുള്ളത് കൊണ്ടാണ്, അഗ്നി ഉള്ളത് കൊണ്ടാണ്, വായു ഉള്ളത് കൊണ്ടാണ്. നമ്മളെ തന്നെ, നമ്മുടെ ചിത്രം വരച്ച ഏറ്റവും നല്ലത് നമ്മളെ തന്നെ. ഈ ശരീരം മുഴുവൻ എന്താണ്, വെഷ്ടിയായ ഈ ശരീരം ഈ ജഗത്തുള്ളത് കൊണ്ടാണ് നിലനിൽക്കുന്നത്. അതാണ് പറയുന്ന ഉപാസന. കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി, എളുപ്പമായി കാര്യം ഗ്രഹിക്കാൻ വേണ്ടി അശ്വം എന്ന ദൃഷ്ടാന്തം പറയുന്നതേ ഉള്ളൂ. അല്ല, ചെറിയ കുട്ടികളാണ് ഗുരുകുലത്തിൽ പഠിക്കുന്നത്, അപ്പോൾ അവർക്ക് എളുപ്പമാണ്. അപ്പോൾ അശ്വം എന്നത് ജഗത്ത്. അടുത്തത് എന്താണ്? അശ്വസ്യ. അശ്വസ്യ എന്ന് വെച്ചാൽ അശ്വത്തിൻ്റെ, കുതിരയുടെ, അതാണ്. മേധസ്യ ശിരഃ. അടുത്ത വാക്ക് ഉഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രഭാതം എന്നാണ്. ഉഷസ്, ഉഷ എന്നൊക്കെ പേരില്ല ആളുകൾക്ക് അല്ലേ? ഉഷ എന്നതുകൊണ്ട് അല്ലെങ്കിൽ ഉഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രഭാതം. അതിന് എന്താണ്? ശിരഃ. അതായത് മനസ്സിൽ ഭാവന ചെയ്യണം കേട്ടോ. കുതിരയുടെ തല കാണുമ്പോൾ, ശിരസ് കാണുമ്പോൾ നമുക്ക് പ്രഭാതം ഓർമ്മ വരണമെന്ന്. അതായത് പ്രഭാതം എങ്ങനെയാണ്? ഓരോ പ്രഭാതവും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ആ സൂര്യൻ തൻ്റെ കിരണങ്ങളോടുകൂടി അല്ലേ പുറത്തേക്ക് പൊട്ടി വിടർന്ന് വരുന്നത് കൊണ്ടാണ് എനിക്ക് ഈ പ്രപഞ്ചം കാണാൻ സാധിക്കുന്നത്, വെളിച്ചമുള്ളത് കൊണ്ടാണ്. അപ്പം ഭഗവാനെ എനിക്ക് അതിന് വീണ്ടും നമ്മൾ കൃതാർത്ഥരാകും. ശിരസ് കാണുമ്പോൾ, അല്ലെ ആനയുടെ ശിരസ് കാണും, അല്ലെ നമ്മുടെ തന്നെ ശിരസ് കാണുമ്പോൾ, അയ്യോ, ഓരോ ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ ഓരോ സൃഷ്ടിയോട് ഉപമിക്കുകയാണ്. ശിരസ് കാണുമ്പോൾ ഉഷസ്സിനെ ഓർമ്മ വരണം, പ്രഭാതത്തിനെ ഓർമ്മ വരണം. ഭഗവാൻ എനിക്ക് ഒരു പ്രഭാതവും കൂടെ തന്നിരിക്കുന്നു, അത് എൻ്റെ കഴിവ് കൊണ്ടല്ല, ഈശ്വരൻ്റെ സൃഷ്ടിയാണ് ഈ ഉഷസ്. അതാണ് ഒന്നാമത്തെ ഉദാഹരണം പറയുന്നത്. അടുത്തത് ഇപ്പോൾ അശ്വസ്യ. അശ്വം എന്ന് പറഞ്ഞാൽ ജഗത്തിനോട് ഉപമിക്കുന്നു. അശ്വത്തിൻ്റെ ശിരസ് എന്തിനോടാണ് ഉപമിക്കുന്നത്? ഉഷ. ഉഷ എന്ന് വെച്ചാൽ അതികാലം അല്ലെ പ്രഭാതം. അപ്പം അത് ഓർക്കുമ്പോൾ എനിക്കെന്താണ് പ്രഭാതത്തിൻ്റെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ സത്വഗുണമാണ് പ്രഭാതത്തിൻ്റെ ഗുണം. അപ്പോൾ ഇത് ഓർക്കുമ്പോൾ എന്നിലേക്കും സത്വഗുണം വളരുവാൻ ഈ ധ്യാനം, ഈ ഉപാസന സഹായിക്കും. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി ആദ്യം തന്നെ നമുക്ക് വേണ്ടതിനെ പിടിച്ചിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും സാധനയിലായിക്കോട്ടെ, ഉപാസനയിലായിക്കോട്ടെ, പഠനത്തിലായിക്കോട്ടെ ഏറ്റവും ആവശ്യം സത്വഗുണമാണ് അല്ലേ? ബാക്കി എന്തുണ്ടായിക്കോട്ടെ, എനിക്ക് ബാക്കി ഏതൊക്കെ സാഹചര്യങ്ങൾ, എത്ര കമൻട്രി എൻ്റെ കയ്യിലുണ്ട് എന്നും കാര്യമില്ല അല്ലേ? എന്തായിരിക്കണം എനിക്ക് വേണ്ട പ്രാഥമികമായ ഗുണം? സത്വഗുണം. അത് തന്നെ അദ്ദേഹം ആദ്യം പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുദ്ധിയുടെ സൂക്ഷ്മത നോക്കൂ. നമ്മൾക്ക് എന്താണോ പ്രാഥമികമായിട്ട് വേണ്ടത് അത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾ കുതിരയുടെ തല കാണുമ്പോൾ അതികാലത്തിനെ ഓർക്കൂ. അതികാലം ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്നു, അതിൻ്റെ പ്രാധാന്യം സത്വഗുണമാണ്. അപ്പം ഞാനും എന്താണ് അതികാലയിൽ ഉണരുക, അതികാലയിൽ സാധന ചെയ്യുക, ഉപാസന ചെയ്യുക, ഇതൊക്കെ നമ്മളിലേക്ക് ഓർമ്മ വരും. പക്ഷെ എളുപ്പമല്ല, പറയാനൊക്കെ എളുപ്പമാണ് നമ്മൾ, പക്ഷെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക.
ആ സത്വഗുണം നമ്മളിലേക്ക് നിറയ്ക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് അശ്വസ്യ ശിരഃ. അപ്പോൾ ആ കുതിര വരച്ചിട്ടുണ്ടെങ്കിൽ കുതിരയുടെ ശിരസ് എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്? അതികാലത്തിന്, പ്രഭാതത്തിന്. ഇനി മൂന്നാമത്തെ പോയിന്റ് അശ്വസ്യ ശിരഃ ഓം ഉഷാവ അശ്വസ്യ മേധസ്യ. മേധസ്യ എന്ന് വെച്ചാൽ ഇവിടെ യജ്ഞത്തിനുള്ള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേധ്യം എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് യജ്ഞ. മേധ്യം എന്ന വാക്ക് അശ്വമേധ യാഗത്തിലെ യജ്ഞത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ എന്താണ്? മേധ്യം എന്നാൽ എഴുതിക്കോളൂ, ഉപാസന. കാരണം നമ്മൾ ആരും അശ്വമേധ യാഗം ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഉപാസനയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ മേധ്യം എന്ന വാക്കിൻ്റെ അർത്ഥം ഉപാസന. യാഗമാണെങ്കിൽ ആ സന്ദർഭത്തിൽ അർത്ഥം മാറും കേട്ടോ. ഇവിടുത്തെ അർത്ഥം ഉപാസന അല്ലെങ്കിൽ ധ്യാനം. അതായത് ഈ അശ്വത്തിനെ കാണുമ്പോൾ നിങ്ങൾ ധ്യാനിക്കേണ്ടത്, ഉപാസിക്കേണ്ടത് ഇന്ന ഇന്ന കാര്യങ്ങളാണ്. അശ്വത്തിൻ്റെ ശിരസ് കാണുമ്പോൾ ഇന്നത് ധ്യാനിക്കും. ഇനി അടുത്തത് അശ്വസ്യ മേധസ്യ ശിരഃ അല്ലേ, ശിരസായിട്ട് കാണൂ. അടുത്തത് എന്താണ്? ഓരോന്നായിട്ട് പറയണം. സൂര്യ ചക്ഷുർ വാതഃ. സൂര്യ ചക്ഷുർ വാതഃ. രണ്ട് കാര്യങ്ങളാണ്, നിങ്ങൾ എഴുതിക്കോളൂ. മൂന്നാമത്തെ പോയിന്റ് അശ്വത്തിൻ്റെ ചക്ഷു. ചക്ഷു എന്ന് വെച്ചാൽ എന്താണ്? കണ്ണ്. അതായത് ആ കുതിരയുടെ കണ്ണ് എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്? അല്ലെങ്കിൽ കുതിരയുടെ കണ്ണ് കാണുമ്പോൾ എന്തിനെയാണ് നമ്മൾ ഓർക്കേണ്ടത്, ധ്യാനിക്കേണ്ടത് എന്ന് പറയാണ്? സൂര്യനെ, സൂര്യദേവതയാണ് ഓർക്കേണ്ടത്. അതായത് കുതിര ആയിക്കോട്ടെ, ആന ആയിക്കോട്ടെ, നമ്മളായിക്കോട്ടെ, നമ്മൾക്ക് കണ്ണെന്നുള്ള ഗോളകം ഉണ്ടായിട്ട് കാര്യമില്ല അല്ലേ? ചക്ഷു എന്നുള്ള ഇന്ദ്രിയം ഉണ്ടായിട്ട് കാര്യമില്ല അല്ലേ? നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കണ എന്ത് വേണം? പ്രകാശം വേണം. പ്രകാശം എവിടെ നിന്നാണ് കിട്ടുന്നത്? സൂര്യദേവനിൽ നിന്ന്. അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നമ്മളെ തന്നെ ധ്യാനിക്കലാണ് ഏറ്റവും കുറച്ചുകൂടെ എളുപ്പം തോന്നുന്നു. എനിക്ക് കണ്ണെന്നുള്ള ഇന്ദ്രിയം പ്രവർത്തിക്കുന്നത് ആ അതികാലത്ത് സൂര്യപ്രകാശം കിട്ടിയത് കൊണ്ടാണ് അല്ലെ? സൂര്യദേവത കടാക്ഷിക്കും. നമ്മൾ ഒരു സ്തോത്രം പഠിച്ചില്ലേ, പേര് മറന്നു പോയല്ലോ, സൂര്യദേവതയുടെ കിട്ടുന്നില്ല. നമ്മൾ തൈത്തിരിയൊക്കെ പഠിക്കുന്നതിന് മുമ്പ് പഠിച്ചിരുന്നു. അത് ആദിത്യ ഹൃദയ സ്തോത്രം. അതിൽ അല്ലേ സൂര്യദേവതയുടെ ഇമ്പോർട്ടൻസ് നമ്മളവിടെ പഠിച്ചിരുന്നു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അശ്വത്തിൻ്റെ ചക്ഷു കാണുമ്പോൾ, അല്ലെങ്കിൽ കുതിരയുടെ കണ്ണ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കണ്ണ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം പ്രകാശമുള്ളത് കൊണ്ടാണ്. പ്രകാശം സൂര്യനിൽ നിന്ന്, സൂര്യദേവതയുടെ അനുഗ്രഹം. സൂര്യദേവത ആരാണ്? സാക്ഷാൽ പരമാത്മാവിൻ്റെ പ്രകാശരൂപം അല്ലേ, ഭഗവാന്റെ സൃഷ്ടി. അപ്പോൾ ഓരോന്നിനെയും ഈശ്വരനായിട്ട് കണക്ട് ചെയ്യുകയാണ്. അതാണ്. ഇനി നാലാമത്തത് അശ്വസ്യ പ്രാണഃ. കുതിരയുടെ പ്രാണൻ. കുതിര പ്രാണന പ്രക്രിയ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വായുഹു. അതാണ് സൂര്യ ചക്ഷുർ വാതഃ പ്രാണോ എന്ന് പറയാം. വാതഃ എന്ന് വെച്ചാൽ വായുഹു, വായുദേവത. ആ കുതിരയ്ക്ക് ഉച്ഛ്വാസ നിശ്വാസം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വായുദേവതയുള്ളത് കൊണ്ടാണ് അല്ലേ? അല്ലെങ്കിൽ എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള നായ്ക്കുട്ടി ആയിക്കോട്ടെ, പൂച്ച ആയിക്കോട്ടെ, ഏത് ജീവിയെ എടുത്തോളൂ, അല്ലെ വലിയ ജീവി, ആന ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, അതിനെ കാണുമ്പോൾ അത് പ്രാണന പ്രക്രിയ ചെയ്യുന്നുണ്ട് അല്ലെ, അത് ജീവനുണ്ട്. അത് വായു ഉള്ളത് കൊണ്ടാണ്. ഈ വെഷ്ടി മുഴുവൻ സമഷ്ടി മുഴുവൻ വായുദേവത വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് പ്രാണന പ്രക്രിയ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ വായുവിനെ ഓർമ്മ വരണം കുതിര പ്രാണന പ്രക്രിയ ചെയ്യുന്നത് കാണുമ്പോൾ. അതാണ് നാലാമത്തെ പോയിന്റ്. 4 കാര്യങ്ങൾ നാം എഴുതി. അശ്വം എന്നത് ജഗത്തിനെയാണ് റെഫർ ചെയ്യുന്നത്. അശ്വത്തിൻ്റെ ശിരം അതികാലം അല്ലെ പ്രഭാതത്തിനെയാണ്. അശ്വത്തിൻ്റെ ചക്ഷു സൂര്യദേവതയാണ് ഉപമിക്കുന്നത്, സൂര്യദേവതയോടാണ് ഉപമിക്കുന്നത്. 4ാമത്തെ പോയിന്റ് അശ്വസ്യ പ്രാണഃ. അശ്വത്തിൻ്റെ പ്രാണൻ. പ്രാണൻ എന്ന് വെച്ചാൽ ഉച്ഛ്വാസ നിശ്വാസ പ്രക്രിയ, അത് വായുദേവത. അടുത്തത് വ്യാത്തം അഗ്നിർ വൈശ്വാനരഃ സംവത്സര ആത്മാ അശ്വസ്യ മേധസ്യ. ഈ
ഇവിടെയും മേധസ്യ എന്ന് വെച്ചാൽ ഉപാസനസ്യ. ഈ എവിടെയൊക്കെ മേധ്യസ്യ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടോ അവിടെയൊക്കെ എന്താണ്? ഉപാസനസ്യ. വ്യാത്തം അഗ്നിർ വൈശ്വാനരഃ സംവത്സര ആത്മാ അശ്വസ്യ മേധസ്യ. ഇനി അടുത്ത ഓരോ അവയവങ്ങളായിട്ട് പറയുകയാണ്. എന്താണ് അടുത്ത? വ്യാത്തം. വ്യാത്തം എന്ന് വെച്ചാൽ വായ. അടുത്ത അശ്വത്തിൻ്റെ അല്ലെങ്കിൽ കുതിരയുടെ അടുത്ത ഇന്ദ്രിയം പറയുകയാണ്, അല്ലെ അടുത്ത അവയവം പറയുകയാണ്. അതെന്താണ്? വൈശ്വാനര അഗ്നിഹി. വായിൽ നിന്നും ഇവിടെ വ്യാത്തം എന്നതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, അതുകൂടി എഴുതിക്കോളൂ. ഉടൽ എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. വ്യാത്തം എന്ന വാക്കിന് വായ എന്നുള്ള അർത്ഥം, മറ്റൊരർത്ഥം ഉടൽ. ഉടൽ അറിയാമല്ല. അതിനെ ഉദ്ദേശിക്കുന്നത് അശ്വത്തിൻ്റെ ഉടൽ കാണുമ്പോൾ അല്ലെങ്കിൽ വായ കാണുമ്പോൾ എന്താണ് ഓർമ്മ വരേണ്ടത്? അത് എഴുതിക്കോളൂ. കാലതത്വം. അതാണ് ഇവിടെ സംവത്സര ആത്മാ എന്നൊക്കെ പറയുന്നത്. അതായത് ഓരോ കാലങ്ങൾ അറിയാമല്ലോ, ഓരോ കാലങ്ങൾ, വേനൽക്കാലം, മഴക്കാലം ഇത്യാദി. അല്ലെങ്കിൽ മറ്റുള്ള കാലം എന്താണ്? ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. ഈ കാലങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള കാലങ്ങൾ ഓർമ്മ വരണം ഈ ഉടൽ കാണുമ്പോൾ. അല്ലെ നമ്മുടെ തന്നെ ഉടൽ കാണുമ്പോൾ എന്താണ് ഓർമ്മ വരേണ്ടത്? ഇത് ഭഗവാന്റെ കാലതത്വമായിട്ട്. ഇതെല്ലാം ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അറ്റ്ലീസ്റ്റ് 2 ഇന്ദ്രിയങ്ങളെങ്കിലും കാണാൻ സാധിച്ചാൽ അത്രയും നല്ലത്. പിന്നെന്താണ്? വളർന്ന് നമ്മുടെ മനസ്സിനെ വിശാലമാക്കി തരികയാണ്. 5ാമത്തെ പോയിന്റ് എന്താണ്? അശ്വസ്യ വ്യാപ്തഃ, അല്ലെങ്കിൽ അശ്വത്തിൻ്റെ ഉടൽ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? കാലതത്വഃ. ഇനി അടുത്തത് അടുത്ത പോയിന്റ് അശ്വസ്യ ഉദരം. എഴുതിക്കോളൂ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓരോന്നായിട്ട് പറയാം. ജസ്റ്റ് ഈ 2 പോയിന്റുകളിലൂടെ എഴുതിയിട്ട് നമുക്ക് ഇന്ന് നിർത്താം. അശ്വസ്യ ഉദരം. ഉദരം എന്ന് വെച്ചാൽ എന്താണ്? വയറ്. ആകാശതത്വം. അശ്വത്തിന് നമ്മുടെയൊക്കെ വയറ്റിൽ ഒരുപാട് സ്പേസ് ഉണ്ടല്ലേ, അല്ലേ? ആകാശമുണ്ട് വയറ്റിൽ. അത് ആകാശതത്വത്തെ. ആകാശം എന്ന് വെച്ചാൽ എന്താണ്? പഞ്ചമഹാഭൂതം. ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി. അതിൽ പൃഥിവി പറഞ്ഞു, 1ാമത് ജഗത്ത് എന്നതുകൊണ്ട് പൃഥിവി പറഞ്ഞു. അങ്ങനെ പഞ്ചമഹാഭൂതം മുഴുവൻ നമ്മൾ ഈ കുതിരയിൽ കാണാനായിട്ട് പറയുകയാണ്. അതിൽ അടുത്ത പഞ്ചമഹാഭൂതം വായു പറഞ്ഞു, ജഗത്ത് പറഞ്ഞു, വായു പറഞ്ഞു, 3ാമത്തെ എന്താ പറയുന്നത്? ആകാശം പറയും. ഉദരം. ഇനി അടുത്തത് അശ്വസ്യ പാജസ്യം. അടുത്തത് അശ്വത്തിൻ്റെ പാജം എന്ന് വെച്ചാൽ കുളമ്പ്, കാല്. കുതിരയുടെ കുളമ്പ് കാണുമ്പോൾ എന്താണ് ഓർക്കേണ്ടത്? ആ ചിത്രം വരച്ചെങ്കിൽ കുളമ്പിൻ്റെ അവിടെ നിങ്ങൾ അടയാളപ്പെടുത്തിയാൽ മതി. അശ്വത്തിൻ്റെ കുളമ്പ് കാണുമ്പോൾ പൃഥിവി, ഭൂമി തത്വം. വീണ്ടും പഞ്ചമഹാഭൂത ജഗത്ത് പറഞ്ഞതാണ്, വീണ്ടും പൃഥിവി പറയുകയാണ്. കാരണം എന്തുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നു? നമ്മളെല്ലാവരും, എല്ലാ ജീവചരാചരങ്ങളും ഏറ്റവും താതാത്മ്യപ്പെട്ടിരിക്കുന്നത് ഭൂമിയോടാണ്. നമ്മുടെയൊക്കെ ശരീരം ഭൂതത്വമാണ്. അതുകൊണ്ട് ഇവിടെ ഭൂമിയെ വീണ്ടും വീണ്ടും ഓർക്കുവാൻ വേണ്ടി യാജ്ഞവൽക്യ മഹർഷി പറയുന്നു. കുതിരയുടെ കുളമ്പ് കാണുമ്പോൾ ഭൂമിയെ ഓർക്കണം. അല്ല നമ്മുടെ തന്നെ പാദം. എന്തിനാ കുതിര? നമ്മുടെ പാദം ഈ ഭൂമിയിൽ നിലയുറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാനുണ്ട് എന്നെനിക്ക് പറയാൻ സാധിക്കുന്നത്, അല്ലേ? എനിക്ക് ഉണ്മയുള്ളത് ഭൂമിയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ പാദം നിലയുറപ്പിച്ചുകൊണ്ട് ഭൂമി ദേവിയോട് കൃതാർത്ഥരായിരിക്കൂ എന്നാണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്ന ഉപാസന. ബാക്കി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പറയാം. താല്പര്യമുള്ളവർ അല്ലെങ്കിൽ സാധിക്കുന്നവർ, സമയമുള്ളവർ ഇത് എഴുതി വെക്കണം. ഓരോ മന്ത്രങ്ങളായിട്ട്, മന്ത്രം മാത്രം ഒരു ബുക്കിലായിട്ട് എഴുതുക. പക്ഷേ ഇത് നമ്മൾ പാരായണമൊന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ എങ്കിലും ഒരു തവണയെങ്കിലും ജീവിതത്തിൽ എഴുതാൻ സാധിക്കുന്നത് നല്ലത് തന്നെ. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. അപ്പോൾ ഇന്ന് പഠിച്ചത് കുറച്ച് കാര്യം നമ്മൾ പഠിച്ചുള്ളൂ. മധുകാണ്ഡം, പ്രഥമോധ്യായം, അശ്വബ്രാഹ്മണം
എന്ന് തുടങ്ങുന്നത് ഓംകാരത്തോടുകൂടി ആരംഭിച്ചു. എന്തുകൊണ്ടാണ് അശ്വബ്രാഹ്മണം എന്ന പേര് വന്നതെന്ന് നമ്മൾ പഠിച്ചു. അശ്വമേധ യാഗ ഉപാസനയാണെന്ന് പഠിച്ചു. ഈ ഉപാസനയ്ക്ക് മറ്റൊരു പേരുണ്ടെന്ന് പറഞ്ഞു, വെഷ്ടി സമഷ്ടി ഉപാസന എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഈ ഉപാസന നാം ആകുന്ന സാധകർക്ക് യാജ്ഞവൽക്യ മഹർഷി ആദ്യം തന്നെ പറഞ്ഞു തരുന്നു എന്ന് നമ്മൾ പഠിച്ചു. ചിത്തശുദ്ധി, ബ്രഹ്മവിദ്യാ അധികാര പ്രാപ്ത്യർത്ഥം അല്ലെ പ്രാപ്തി, ബ്രഹ്മവിദ്യാ അധികാരിക്ക് പ്രാപ്തരാക്കുവാൻ വേണ്ടി. പിന്നെ മൂന്നാമത്തെ പോയിന്റ് മനോവിശാലത. എൻ്റെ മനസ്സ് ഒരു നിശ്ചിതമായ പ്രതിമയിലോ പ്രതീകത്തിലോ മാത്രമായിരുന്നു ഇത്രയും കാലം ഈശ്വരനെ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ നിന്നും യാജ്ഞവൽക്യ മഹർഷി നമ്മളെ വളർത്തുകയാണ്. അതിൽ മാത്രമല്ല ഈശ്വരൻ സർവറ്റിലുമുണ്ട് എന്ന് പറഞ്ഞു തരികയാണ്. അതിനു വേണ്ടിയാണ് അശ്വബ്രാഹ്മണം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.